ഹലോ, ചൂരമുളകിട്ടതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചൂരമീനല്ലാതെ മറ്റേത് മീനിലാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ 6 വറ്റൽ മുളക് എടുത്തിട്ടൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ശേഷം മീൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടി അടുപ്പിലേക്ക് വെക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി തന്നെ എടുക്കാനായി ശ്രദ്ധിക്കുക. അതൊന്ന് നല്ലോണം ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. അത് നല്ലോണം വഴറ്റി വരുമ്പോഴേക്കും ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളിയും അതുപോലെ തന്നെ അരച്ച് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. 4 പച്ചമുളക് നെടുവേ കീറിയിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം എണ്ണയ്ക്കൊന്ന് മുകളിൽ തെളിഞ്ഞു വന്നതിന് ശേഷമാണ് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കേണ്ടത്. വാളംപുളിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കേണ്ടത് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മളിത് വറ്റിച്ചെടുക്കുന്നതാണ്. ഇനി ലൂസാക്കി എടുക്കാനാണെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചൊരുവിധം വറ്റി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളിവിടെ മീൻ ചേർത്ത് കൊടുക്കുന്നത്. കഴുകി വെച്ചിട്ടുള്ള മീൻ ഓരോന്നായി ചേർത്ത് കൊടുക്കുക. മീനും കൂടി ചേർത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില തൂവി കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റോളം കറി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം മീനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാറ് വറ്റിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് വറ്റിച്ചെടുക്കുന്നതായിരിക്കും ഈ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.